എൻ്റെ പ്രണയം ഭാഗം 33. അന്ന് ഞാനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അമ്പലത്തിൽ അവരെല്ലാവരും കൂടി പോയ ഫോട്ടോസും അവർ തമ്മിലെടുത്ത ഫോട്ടോസും കാണിച്ചു കൊടുത്തു. അത് കണ്ടതും നിരഞ്ജൻ ഞെട്ടി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ ഉടൻ നവീൻ്റെയും ശ്രദ്ധയുടെയും വിവാഹം ഉണ്ടാവും, പിന്നെ എറിക്കിൻ്റെയും വാണിയുടെയും. അപ്പോൾ ഇനി അങ്ങോട്ട് കല്യാണങ്ങളുടെ തിരക്കായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് എന്നെ വിളിക്കരുത്. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞ് നിരഞ്ജനെ നോക്കി ചിരിച്ചുകൊണ്ട് നടന്നു. ഹരിയുടെ ചുണ്ടിലെ പുഞ്ചിരി കാണുമ്പോൾ നിരഞ്ജന് ദേഷ്യം തോന്നി. അപ്പോൾ താൻ കണ്ടതെല്ലാം തെറ്റാണെന്ന് അവന് തോന്നി. പക്ഷേ ജാതകം അത് തെറ്റല്ലല്ലോ, അവൻ സ്വയം ആലോചിച്ചു. ഹരി ചെന്നതും നവീൻ അവനോട് ചോദിച്ചു. ഹരി നവീനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എൻ്റെ നവി, നിന്റെ ആ ഫോട്ടോ കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടായത് ഇപ്പോഴാ. അതുകൊണ്ടാണല്ലോ എനിക്ക് എൻ്റെ പെണ്ണിനെ തിരിച്ചു കിട്ടിയത്. മുത്താണ് നീ. ചോദിക്ക്, നിനക്ക് എന്താ വേണ്ടത്? നീ ചോദിക്കുന്ന എന്തും ഞാൻ തരും, ഹരി നവീനോട് സന്തോഷത്തോടെ പറഞ്ഞു. എന്നാ വന്ന് കയറ്, നമുക്കൊരു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഇന്ന് നിന്റെ വക വയറ് നിറച്ച് ഡിന്നർ എന്ന് പറഞ്ഞ് നവീൻ സന്തോഷത്തോടെ കാറിലേക്ക് കയറി. രണ്ടുപേരും 2 കാറുകളിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചു പോയതും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഹരി പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കേട്ട് നിരഞ്ജൻ്റെ നെഞ്ചിൽ തീ ആളിക്കത്തുകയായിരുന്നു. അവന് ഇതളിനെ ഓർത്തപ്പോൾ നഷ്ടബോധം തോന്നിത്തുടങ്ങി. നിരഞ്ജൻ അവിടെ തന്നെ കുറേ നേരം നിന്നു. അന്ന് രാത്രിയും പൊന്നും ഹരിയും കുറേ നേരം സംസാരിച്ചു. നിരഞ്ജൻ വിളിച്ചതോ തന്നോട് പറഞ്ഞതോ ആയ കാര്യങ്ങൾ ഒന്നും ഹരി പറഞ്ഞില്ല. രാത്രി നിരഞ്ജന് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്രയും നാളും തൻ്റെയും പൊന്നുവിൻ്റെയും ആരും അറിയാതെ കൊണ്ടു നടന്ന ആ പ്രണയം, ഇന്നേ വരെ താൻ അവളെ തെറ്റായ ഒരു രീതിയിൽ അവളുടെ ശരീരത്ത് ഒന്ന് സ്പർശിച്ചിട്ട് പോലുമില്ല. അത് പൊന്നു എടുത്ത ഒരു തീരുമാനം തന്നെയായിരുന്നു. വിവാഹം കഴിഞ്ഞ് മാത്രമേ ശാരീരിക ബന്ധം ഉണ്ടാകൂ എന്ന്. എന്നാലും ആരും കാണാതെയുള്ള ചെറു ചുംബനങ്ങളും കയ്യിൽ പിടിക്കലും മാത്രമേ തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ പവിത്രമായ ആ ബന്ധത്തെയാണ് താൻ ഇന്ന് ഹരിയുടെ മുന്നിൽ മോശമാക്കി ചിത്രീകരിച്ചത്. താനും പൊന്നുവും തമ്മിൽ എല്ലാ അർത്ഥത്തിലും ഒന്നായി എന്ന് പറഞ്ഞ് ഹരിയെ പൊന്നുവിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുകയായിരുന്നു. പൊന്നുവിനെക്കുറിച്ചുള്ള ഒരു തെറ്റായ ചിന്ത ഹരിയുടെ മനസ്സിൽ വരണം എന്ന് മാത്രമാണ് കരുതിയത്. പക്ഷേ തൻ്റെ ചിന്തകളെ കാറ്റിൽ പരത്തിക്കൊണ്ടായിരുന്നു ഹരിയുടെ മറുപടി. ഒരിക്കൽ പൊന്നുവിനെ ഹരി ശ്രദ്ധിക്കുന്നത് കണ്ടതും സംശയം തോന്നിയ നിരഞ്ജൻ പിന്നീട് ഹരിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ അവൾ പാടുന്നതെല്ലാം റെക്കോർഡ് ചെയ്യുന്നതും അവരുടെ ഒപ്പം കളിക്കാൻ പോകുമ്പോൾ അവൻ വല്ലാതെ നോക്കുന്നതും എല്ലാം കണ്ടപ്പോഴാണ് ഒരിക്കൽ അവനെ താക്കീത് ചെയ്തത്. അപ്പോഴും അവൾ തൻ്റെ പെണ്ണാണെന്ന് മാത്രം പറഞ്ഞില്ല. അത് പറഞ്ഞാൽ മറ്റുള്ളവർ അറിഞ്ഞാലോ എന്ന് കരുതി തന്നെയാണ് പറയാതിരുന്നത്. പക്ഷേ ഇന്ന് അവൻ തൻ്റെ മുഖത്ത് നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിരഞ്ജൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വന്നു. അവൻ എഴുന്നേറ്റ് ബാൽക്കണിയിൽ ചെന്നു. പൊന്നുവിൻ്റെ വീട്ടിലേക്ക് നോക്കി നിന്നു. അവിടെ ഇരുട്ടായിരുന്നു. ഇപ്പോൾ താനും എന്നും നോക്കാറുണ്ട്, പക്ഷേ അവിടെ കാണാറ് പോലുമില്ല. സാധാരണ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ആ ബാൽക്കണി തുറന്നു കിടക്കും. ഇടയ്ക്കിടെ പൊന്നുവിനെ അവിടെ കാണാനും പറ്റും. തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് രാത്രി ഉറങ്ങുന്നത് വരെ ഇടയ്ക്കിടെയെങ്കിലും വന്ന് നോക്കി നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ ഒട്ടും അവിടെ കാണാറില്ല എന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. താൻ അവളോട് പറഞ്ഞ ഓരോ വാക്കുകളും നിരഞ്ജൻ്റെ മനസ്സിലൂടെ ആ സമയം തെളിഞ്ഞു വന്നു. ഉറക്കം വരാതെ നിരഞ്ജൻ പൊന്നുവിൻ്റെ വീട്ടിലേക്ക് തന്നെ നോക്കി നിന്നു. പിറ്റേ ദിവസം ഹരി തന്നെയാണ് പൊന്നുവിൻ്റെ കോളേജിൽ ആക്കിയതും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വിളിക്കാൻ ഹരി വന്നതും. ഫോണും കയ്യിലെടുത്തുകൊണ്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് പൂജയും നിരഞ്ജനും തമ്മിൽ ഒരു വാക്കുതർക്കം കേൾക്കുന്നത്. ഡ്രസ്സ് എടുക്കാൻ പോകാൻ വേണ്ടി പൂജ നിരഞ്ജനെ വിളിക്കുകയായിരുന്നു. പൂജ, നിനക്ക് ആവശ്യമുള്ളത് നീ പോയി എടുത്തോ, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും എടുത്തോളാം, നിരഞ്ജൻ പറഞ്ഞു. അത് പറ്റില്ല, എൻ്റെ ഒപ്പം വന്നാൽ എന്താ കുഴപ്പം? അതും ഇനി അധികം ദിവസമില്ലല്ലോ, 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ നിരഞ്ജൻ. നമുക്ക് പോയി എടുത്തിട്ട് വരാം, എന്നിട്ട് പുറത്തുനിന്ന് ഭക്ഷണവും കഴിക്കാം. പൂജ വിടാൻ ഭാവമില്ലാതെ നിരഞ്ജനെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പൊന്നു പടികൾ ഇറങ്ങി താഴേക്ക് വരുന്നത് കാണുന്നത്. നിരഞ്ജനെയും പൂജയെയും പൊന്നു കണ്ടിരുന്നുവെങ്കിലും അവൾ അവരെ മൈൻഡ് ചെയ്യാതെ താഴേക്ക് ഇറങ്ങി. അപ്പോഴാണ് കോളേജിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്ത് തന്നെയുള്ള വാഗമരച്ചോട്ടിൽ കാർ ഇട്ടുകൊണ്ട് പുറത്തേക്കിറങ്ങി നിൽക്കുന്ന ഹരിയെ കാണുന്നത്. പൊന്നു ചിരിച്ചുകൊണ്ട് ഹരിയുടെ അടുത്തേക്ക് ചെന്നു. പൊന്നു പോകുന്നത് കണ്ടതും അങ്ങോട്ട് നോക്കിയപ്പോഴാണ് അവിടെ കാറിൽ ചാരി നിൽക്കുന്ന ഹരിയെയും അവൻ കണ്ടത്. ഹരിയുടെ കാറിൽ കയറി അവൾ പോകുന്നത് കണ്ടതും പൂജ, കണ്ടോ
അവളെ കൊണ്ടുപോകാൻ ഹരി വന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് അവർ രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഞാൻ നിങ്ങളോട് ഭക്ഷണം കഴിക്കാനൊന്നും വിളിക്കുന്നില്ലല്ലോ. ഇന്നൊരു ദിവസം ഒരുമിച്ച് ഡ്രസ്സ് എടുക്കാൻ പോകാം, അതും എൻഗേജ്മെൻ്റ് ഡ്രസ്സ്. അതെടുക്കാൻ പോകാനല്ലേ? അത് കഴിഞ്ഞ് ലഞ്ചും കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് അവൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നതും ദേഷ്യം സഹിക്കാൻ പറ്റാതെ നിരഞ്ജൻ വാ പോകാം എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി ഇറങ്ങി. ഹരി പൊന്നുവിനെയും കൊണ്ടുപോയത് പ്രശസ്തമായ ഒരു ഡിസൈനറുടെ ബുട്ടിക്കിലേക്കായിരുന്നു. ഇതെന്താ ഇങ്ങോട്ട്? അവൾ ചോദിച്ചു. നിരഞ്ജൻ്റെയും പൂജയുടെയും എൻഗേജ്മെൻറ്റിന് ഇടാനുള്ള ഡ്രസ്സ് എടുക്കണ്ടേ? ഹരി ചോദിച്ചു. എനിക്കുണ്ട് ഹരിയേട്ടാ, അതുകൊണ്ട് ഞങ്ങൾ ആരും എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നു. അത് കുഴപ്പമില്ല, നമുക്കെടുക്കാം. ഞാൻ ആദ്യമായിട്ട് വാങ്ങിത്തരുന്ന ഡ്രസ്സല്ലേ, മുടക്കം പറയണ്ട എന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് ആ ഷോപ്പിലേക്ക് കയറി. അത് ഹരിയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പായിരുന്നു. അവർ അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ ഫ്രണ്ടും വൈഫും ഉണ്ടായിരുന്നു. പൊന്നുവിനെയും ഹരിയെയും കണ്ടതും അവർ വേഗം അടുത്തേക്ക് വന്നു. ഹരി, നീ എന്താ ഇവിടെ? ഉദ്ഘാടനത്തിൻ്റെ അന്ന് വന്ന് പോയതല്ലേ, പിന്നെ നിന്നെ കാണുന്നത് ഇന്നാണല്ലോ, ഹരിയുടെ ഫ്രണ്ട് പറഞ്ഞു. ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളല്ലായിരുന്നോ നീ ഇവിടെ തുടങ്ങിയത്? എനിക്ക് ലേഡീസിൻ്റെ ഡ്രസ്സുകളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അറിയാലോ, അമ്മ മോഡേണായ വസ്ത്രങ്ങളൊന്നും ധരിക്കുന്ന ആളല്ല. അതുകൊണ്ട് എനിക്ക് നിൻ്റെ ഷോപ്പിലേക്ക് വരേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഇനി മുതൽ ഞാൻ ഇങ്ങോട്ട് വരും. ഇനി നിൻ്റെ ഷോപ്പിലെ നിത്യ സന്ദർശകനാകാനും ഞാൻ റെഡിയാണ്, ഹരി പറഞ്ഞതും അതെന്താ, ഈ കൂടെ നിൽക്കുന്ന ആളുള്ളത് കൊണ്ടാണോ? ഹരിയുടെ കൂടെ നിൽക്കുന്ന പൊന്നുവിനെ കാണിച്ചുകൊണ്ട് ഫ്രണ്ടിൻ്റെ വൈഫ് ചോദിക്കുന്നത്. അതെ, ഇത്രയും നാളും ഇങ്ങനെ ഒരാൾ കൂടെ നിൽക്കാൻ ഉണ്ടായിരുന്നില്ല. മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ഇപ്പോഴാണ് അവസരം കിട്ടിയത്. അതുകൊണ്ട് നിനക്കെന്നെ ഇനി ഇവിടെ പ്രതീക്ഷിക്കാം. അതെ, ഞങ്ങൾ ജെൻസ് വെയറും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് സാറും ഇങ്ങോട്ട് പോര്, കൂട്ടുകാരൻ പറഞ്ഞു. അല്ല, ഇപ്പോൾ എന്താ രണ്ടുപേരുടെയും ആവശ്യം? ഓ അതോ, നാളെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനുണ്ട്. അതിനിടാൻ പറ്റിയ ഡ്രസ്സ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വേണം, ഹരി പറഞ്ഞതും പൊന്നു അവനെ നോക്കി. നന്നായി മോനെ, ഞാൻ ദേ ഇപ്പോൾ ഒരു സ്റ്റോക്ക് വന്ന് പൊട്ടിച്ചേയുള്ളൂ. എൻ്റെ വൈഫ് ഒരു കളക്ഷൻ കാണിച്ചു തന്നു, എനിക്ക് വല്ലാതെ ഇഷ്ടമായി. എൻ്റെ വൈഫ് അത് കുറേ നേരമായി നോട്ടം വിടുന്നു. നീ വന്നത് ലാഭമായി, അല്ലെങ്കിൽ അത് എൻ്റെ വീട്ടിലേക്ക് പോരുമായിരുന്നു എന്ന് പറഞ്ഞ് അയാൾ വൈഫിനെ നോക്കി. നീ അതൊന്ന് എടുത്തിട്ട് വന്നേ എന്ന് പറഞ്ഞു. അവർ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അത് എടുത്തു കൊണ്ടുവരാനായി പോയി. അവർ അത് എടുത്തു കൊണ്ടുവന്ന് പൊന്നുവിൻ്റെയും ഹരിയുടെയും മുന്നിൽ കൊണ്ടുവന്ന് വെച്ചതും ഹരിക്ക് കണ്ട മാത്രയിൽ തന്നെ അത് ഇഷ്ടമായി. അവൾക്ക് ലൈറ്റ് ലാവൻഡർ ഡിസൈനിൽ സ്വീക്കൻസ് എംബ്രോയ്ഡറി പാർട്ടി വെയർ സാരിയായിരുന്നു. ഇതിൻ്റെ തന്നെ കളർ ഷർട്ടും ഉണ്ട് എന്ന് പറഞ്ഞതും അതേ കളറിലുള്ള ഷർട്ടും അതിൻ്റെ വലത് ഭാഗത്ത് നല്ല ഡിസൈനിൽ വരുന്ന ഒരു ഷർട്ടുമാണ് എടുത്തത്. അത് കണ്ടപ്പോൾ തന്നെ പൊന്നുവിനും അത് ഇഷ്ടമായി. ഹരിക്കത് നന്നായി ചേരുമെന്ന് അവൾക്ക് തോന്നി. ഹരി പൊന്നുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടതും അവൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. ഹരി, എന്താണ് ഈ കുട്ടിയുടെ പേര്? ഹരിയുടെ ഫ്രണ്ട് ചോദിച്ചു. ഇതൾ. നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചോ? കൂട്ടുകാരൻ്റെ ഭാര്യ ചോദിച്ചു. ഉറപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വിവാഹം ഉറപ്പിക്കലായിരുന്നു. എൻഗേജ്മെൻറ്റ് ഈ മാസം അവസാനം ഉണ്ടാവും, വിവാഹം 2 മാസം കഴിഞ്ഞിട്ടുണ്ടാകും, ഹരി പറഞ്ഞു. ഇതൾ, നമുക്ക് ഇതൊന്ന് ട്രയൽ നോക്കാം എന്ന് പറഞ്ഞതും അവർ അവരുടെ സ്റ്റാഫിനെ നോക്കി. അവർ വന്ന് പൊന്നുവിനെ വലിയൊരു മിററിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ആ സാരി പൊന്നുവിനെ ഉടുപ്പിച്ചു. ആ സാരിയിൽ പൊന്നുവിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മോനെ ഹരി, സൂപ്പറായിട്ടുണ്ട് നിൻ്റെ സെലക്ഷൻ, കൂട്ടുകാരൻ ഹരിയുടെ ചെവിയിൽ പതിയെ പറഞ്ഞു. നീ എന്താ ഉദ്ദേശിച്ചത്? സാരിയോ അതോ എൻ്റെ പെണ്ണോ? രണ്ടും സൂപ്പറാണ്, കൂട്ടുകാരൻ പറഞ്ഞത് കേട്ടതും ഭാര്യ അവനെ നോക്കി ചിരിച്ചു. അപ്പോഴാണ് അവിടുത്തെ ഗ്ലാസ് ഡോർ തുറന്ന് അകത്തേക്ക് കയറി വരുന്ന പൂജയെയും നിരഞ്ജനെയും അവർ കാണുന്നത്. ഹരിയെ അവിടെ കണ്ട നിരഞ്ജൻ്റെയും പൂജയുടെയും മുഖം മാറി. അവിടെ അവരെ കണ്ട ഹരി നോക്കിയത് പൊന്നുവിൻ്റെ അടുത്തേക്കായിരുന്നു. എന്നാൽ കൂട്ടുകാരൻ്റെ വൈഫുമായിട്ട് സംസാരിച്ച് ആ സാരി എങ്ങനെ വെയർ ചെയ്യണം എന്ന് അവർ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു. ഹരി നോക്കുന്ന ഭാഗത്തേക്ക് നോക്കിയ പൂജയും നിരഞ്ജനും അവിടെ ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു സാരിയിൽ തിളങ്ങി നിൽക്കുന്ന പൊന്നുവിനെ കണ്ട് നോക്കി നിന്നു. അവരെ കണ്ടതും ഹരിയുടെ ഫ്രണ്ട് ഒരു സ്റ്റാഫിനെ അവരുടെ അടുത്തേക്ക് വിട്ടു. എന്താ സാർ? അത് എൻഗേജ്മെൻറ്റിന് ഇടാൻ പറ്റിയ നല്ല വില കൂടിയ സാരിയും അതിന് പിന്നെ മാച്ചായി തന്നെ ഇദ്ദേഹത്തിന് പറ്റിയ ഡ്രസ്സും, പൂജ നിരഞ്ജനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ നിരഞ്ജൻ പൊന്നുവിനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും പൂജയ്ക്ക് ദേഷ്യമായി. അത് കണ്ട ഹരിക്കും ദേഷ്യം തോന്നി. അവൻ നേരെ വേഗം പൊന്നുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഹരി,
അടിപൊളിയായിട്ടില്ലേ? ഈ കളർ ഇയാൾക്ക് നന്നായി ചേരുന്നുണ്ട്. ഈ കളർ മാത്രമല്ല കേട്ടോ, ഇയാൾക്ക് എല്ലാ കളറും ചേരും. കാണാൻ നല്ല സുന്ദരിയാണല്ലോ. പൊന്നുവിനെ നോക്കിക്കൊണ്ട് കൂട്ടുകാരൻ്റെ ഭാര്യ പറഞ്ഞതും പൊന്നുവിൻ്റെ മുഖം ചുവന്ന് അത് കൂടുതൽ ഭംഗി തോന്നിച്ചു എന്ന് ഹരിക്ക് തോന്നി. അതെന്താടോ താൻ അങ്ങനെ പറഞ്ഞത്? എൻ്റെ കൂട്ടുകാരനും കാണാൻ നല്ല സുന്ദരൻ തന്നെയാ. ഒന്ന് ചേർന്ന് നിന്നേടാ എന്ന് പറഞ്ഞ ഹരിയുടെ കൂട്ടുകാരൻ ആ സാരിയിൽ നിൽക്കുന്ന പൊന്നുവിൻ്റെ അടുത്തേക്ക് ഹരിയെ ചേർത്ത് നിർത്തി. ഇനി നീ പറ, എങ്ങനെയുണ്ട്? സൂപ്പർ, ഒന്നും പറയാനില്ല. രണ്ടുപേരും അടിപൊളിയായിട്ടുണ്ട്. ഹരി, ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ? നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും ഒന്ന് കാണട്ടെ. കൂട്ടുകാരൻ പറഞ്ഞതും അതിനെന്താ, നീ എടുത്തോ എന്ന് പറഞ്ഞ് ഹരി പൊന്നുവിനെ ചേർത്ത് പിടിച്ചു. കൂട്ടുകാരൻ അയാളുടെ മൊബൈൽ ക്യാമറയിൽ അവരുടെ ഫോട്ടോസ് പകർത്തി. ഇതെല്ലാം കണ്ട നിരഞ്ജനും പൂജയ്ക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവർ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ കണ്ണുകൾ അപ്പോഴും വലിയ മിററിൻ്റെ അടുത്ത് നിറയെ ലൈറ്റുകളുടെ പ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന പൊന്നുവിലും ഹരിയിലും ആയിരുന്നു. ഹരി അത് രണ്ടും പാക്ക് ചെയ്യാൻ പറഞ്ഞു. സാരി മാറ്റി അവിടെ നിന്നും ഇറങ്ങിയപ്പോഴാണ് പൊന്നു അവിടെ നിരഞ്ജനെയും പൂജയെയും കാണുന്നത്. എന്നാൽ അതിൻ്റെ യാതൊരുവിധ ഭാവവ്യത്യാസവും ഇല്ലാതെ അവൾ ഹരിയുടെ കയ്യിൽ പിടിച്ചു. അപ്പോൾ നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ്, വെഡ്ഡിംഗ് ഡ്രസ്സ് അതെല്ലാം ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തോട്ടെ? അത് ഞങ്ങൾക്ക് നല്ലൊരു വർക്കായിരിക്കും. കാരണം തെക്കേടത്ത് ജ്വല്ലറിയുടെ ഉടമസ്ഥൻ്റെ എൻഗേജ്മെൻറ്റ് വെഡ്ഡിംഗ് ഡ്രസ്സ് വളരെ സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് ഞങ്ങളുടെ ഷോപ്പിന് നല്ലൊരു വർക്കും ഒരു പബ്ലിസിറ്റിയും ആയിരിക്കും, കൂട്ടുകാരൻ പറഞ്ഞു. ഹരി പൊന്നുവിനെ നോക്കി. ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ പൊന്നുവിൻ്റെ കൂട്ടുകാരൻ്റെ വൈഫുമായിട്ട് പൊന്നു കുറച്ചധികം സംസാരിച്ചത് കൊണ്ട് തന്നെ അവരുടെ വസ്ത്രങ്ങളെക്കുറിച്ചുള്ള ഐഡിയാസും കളർ സെൻസും എല്ലാം പൊന്നുവിന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ പൊന്നു അതിന് ചിരിച്ചുകൊണ്ട് സമ്മതം പറഞ്ഞു. അപ്പോൾ ഓക്കേടാ, എൻ്റെയും എൻ്റെ പെണ്ണിൻ്റെയും എല്ലാ വസ്ത്രങ്ങളും, എൻഗേജ്മെൻറ്റ്, ഹൽദി, വെഡ്ഡിംഗ് റിസപ്ഷൻ, അങ്ങനെ എല്ലാം ഞാൻ നിനക്ക് തരികയാണ്. അതിന് എന്ത് എഗ്രിമെൻ്റ് വേണമെങ്കിലും സൈൻ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ക്യാഷ് നീ നോക്കുകയേ വേണ്ട. ഇതുവരെ ഇവിടെ ആരും ഇത്രയും നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടാവരുത്. അത്രയും മനോഹരമായിരിക്കണം എൻ്റെ പെണ്ണിൽ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന വസ്ത്രങ്ങൾ കാണാൻ, ഹരി പറഞ്ഞു. അത് ഞങ്ങൾ നിനക്ക് ഉറപ്പു തരുന്നു അല്ലേടോ? ഹരിയുടെ കൂട്ടുകാരൻ ഭാര്യയോട് ചോദിച്ചു. തീർച്ചയായിട്ടും, ഞങ്ങളാൽ കഴിയും വിധം മനോഹരമാക്കി തന്നെ നിങ്ങളുടെ ഡ്രസ്സുകൾ ഞങ്ങൾ നിങ്ങൾക്ക് തരും. ആദ്യം എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് നിങ്ങളൊന്ന് നോക്കൂ. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളത് ഞങ്ങൾക്ക് തന്നാൽ മതി, ഹരിയുടെ ഫ്രണ്ടിൻ്റെ ഭാര്യ പറഞ്ഞു. അത് ശരിയാണെന്ന് അവർക്കും തോന്നി. അങ്ങനെ അവർ അത് സമ്മതിച്ചു. അപ്പോഴേക്കും സ്റ്റാഫ് അവർക്കുള്ള ഡ്രസ്സ് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലും പൂജ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഹരി അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. അതെ, നിങ്ങൾ ഇപ്പോൾ അവർക്ക് കൊടുത്തില്ലേ? ആ ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വേറെ ഡ്രസ്സുണ്ടോ? പൂജ അവർ പോയി കഴിഞ്ഞതും അവരോട് ചോദിച്ചു. സോറി മാഡം, ഞങ്ങളുടെ ഷോപ്പിൽ ഓരോ വസ്ത്രങ്ങളും ഒരു പീസ് വീതമേ ഉണ്ടാകൂ. അതിൻ്റെ ഡിസൈൻസ്, കളർ അത് മറ്റൊരു ഡ്രസ്സ് ഉണ്ടാകില്ല. അവർ പറഞ്ഞത് കേട്ടതും പൂജ ആകെ നിരാശയായി. ഏറ്റവും നല്ലൊരു ബുട്ടിക്കാണെന്ന് തൻ്റെ ഫ്രണ്ട് പറഞ്ഞത് കൊണ്ടാണ് പൂജ ഇങ്ങോട്ട് വന്നത് തന്നെ. അത് ശരിയായിരുന്നു, നല്ല കളക്ഷനുണ്ട്. പക്ഷേ അവൾ പൊന്നു കൊടുത്ത ആ സാരി അത് വളരെ മനോഹരമായിരുന്നു എന്ന് അവൾക്ക് തോന്നി. അപ്പോഴേക്കും നിരഞ്ജൻ അവൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തിരുന്നു. അതേ കളറിലെ ഡ്രസ്സ് തന്നെ എടുക്കാൻ ഉള്ള ധാരണയിൽ പൂജ അവിടെ തന്നെ നിന്നു വസ്ത്രങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. അവിടെ നിന്നും ഇറങ്ങിയ ഹരി പൊന്നുവിനെ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ കയറി. അവർ ഭക്ഷണം കഴിച്ച് ഇറങ്ങുമ്പോഴാണ് ഭക്ഷണം കഴിക്കാനായി അങ്ങോട്ട് കയറി വരുന്ന നിരഞ്ജനെയും പൂജയും കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ എവിടെ പോയാലും ഇവരുണ്ടല്ലോ, ഹരി പതിയെ പൊന്നുവിൻ്റെ അടുത്ത് പറഞ്ഞു. അതിന് ഒന്നും മറുപടി പറഞ്ഞില്ല. അവിടെയും അവരെ കണ്ട പൂജയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിരഞ്ജൻ്റെ ഈ നിസ്സംഗതാ മനോഭാവം അവളെ വല്ലാതെ ദേഷ്യത്തിലേക്ക് ആക്കിയിരുന്നു. പതിവ് പോലെ ഹരി വൈകിട്ട് അവളെ കൊണ്ടുവന്ന് ആക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ശനിയാഴ്ച ആയതുകൊണ്ട് പൊന്നു കുറച്ച് വൈകിയാണ് എഴുന്നേറ്റത്. അപ്പോൾ ഹരിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. കാരണം അവൻ രാവിലെ തന്നെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുമായിരുന്നു. ആ പതിവ് മുടക്കാത്തത് കൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കും. പക്ഷേ പൊന്നുവിന് ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിൽ ഹരി അവളെ വിളിച്ച് ശല്യപ്പെടുത്തില്ല. ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് എന്തായാലും ഉണ്ടാകും. അത് അവൾ കണ്ട് തിരിച്ച് മറുപടി കൊടുത്തതിന് ശേഷം മാത്രമേ ഹരി അവളെ വിളിച്ച് സംസാരിക്കാറുള്ളൂ. എഴുന്നേറ്റ് ഫ്രഷായി താഴെ ചെല്ലുമ്പോൾ ഐറയ്ക്ക് മുടിയിൽ എണ്ണയിട്ട് കൊടുക്കുന്ന മുത്തശ്ശിയാണ് കാണുന്നത്. മോളെ പൊന്നു, ഐറ
ഞങ്ങൾ നിരഞ്ജൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. നാളെ എൻഗേജ്മെൻറ്റ് നടക്കുന്നത് കൊണ്ട് അവിടെ ഒരുപാട് ബന്ധുക്കളൊക്കെ വരും. ഒന്ന് സഹായിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് പൊന്നുവിൻ്റെ അമ്മ അങ്ങോട്ട് പോയി. നിങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടോ? അമ്മ പോകുന്ന വഴിക്ക് ചോദിച്ചതും ഇന്ന് ഞങ്ങളില്ല, ഐറ പറഞ്ഞു. നാളെ സിറ്റിയിലെ വലിയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അവരുടെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ നടക്കുന്നത്. ഒരുപാട് ആളുകളെ പൂജയുടെ അച്ഛനും മറ്റും വിളിച്ചിട്ടുണ്ട്. അന്ന് മുത്തശ്ശി അവരുടെ തലയിൽ എണ്ണയിട്ട് കൊടുക്കുകയും താളിയെടുക്കുകയും എല്ലാമായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് ശ്രദ്ധയും വാണിയും വരുന്നത്. വന്നതും പിന്നെ അവരും കൂടി. മുത്തശ്ശി 4 പേർക്കും നന്നായി തന്നെ തലമുടിയിൽ എണ്ണയും താളി പറിക്കലും അത് പതപ്പിച്ചു കൊടുക്കലും മഞ്ഞളും രക്തചന്ദനം അരക്കലും അങ്ങനെയൊക്കെയായിട്ട് 4 പേരുടെയും സൗന്ദര്യ സംരക്ഷണ ദിവസമാണ് മുത്തശ്ശി ഉള്ളപ്പോൾ ഓരോ അവധി ദിവസങ്ങളും. അതുപോലെ തന്നെ ഇന്നും അതിന് മാറ്റം വന്നില്ല. അന്ന് ഹരിക്ക് പൊന്നുവിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഇടയ്ക്ക് വീഡിയോ കോൾ ഉണ്ടാവും. ഇന്ന് അല്പം തിരക്കാണെന്ന് പറഞ്ഞിരുന്നു. ഷോപ്പുകളിലെല്ലാം പുതിയ സ്റ്റോക്ക് വരുന്നതിൻ്റെ എന്തൊക്കെയോ തിരക്കുകളുമായി ഹരി കുറച്ച് ബിസിയായിരുന്നു. അന്ന് കൂട്ടുകാരും മുത്തശ്ശിയും എല്ലാം കൂടി ആ ദിവസം പൊന്നു കഴിച്ചുകൂട്ടി. പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരും റെഡിയാകാൻ തുടങ്ങി. ഓഡിറ്റോറിയത്തിൽ അവർ നേരെ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞതുകൊണ്ട് തരുണും എറിക്കും എല്ലാം നേരത്തെ പോയി. അവിടെ എന്തൊക്കെയോ അറേഞ്ച് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവർ പോയത്. അച്ഛനും അമ്മയും ഹരിയുടെ അച്ഛനും അമ്മയുടെയും കൂടെ പോയി. പൊന്നു ഹരി വാങ്ങിക്കൊടുത്ത ആ സാരിയിൽ മനോഹരിയായി തന്നെ റെഡിയായി. നീണ്ട മുടി വെറുതെ അഴിച്ചിട്ടു. കണ്ണെഴുതി നെറ്റിയിൽ പൊട്ടും വെച്ച് ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ലിപ് ബാമും ഇട്ട് അവൾ മനോഹരിയായി തന്നെ റെഡിയായി വന്നു. താഴെ ഇറങ്ങിച്ചെന്നതും പൊന്നുവിനെ കണ്ട എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. കാരണം ഈ ദിവസം അവൾ ഏറ്റവും തളർന്നു പോകും എന്ന് കരുതി നിന്ന ഈ ദിവസം അവൾ ഏറ്റവും സുന്ദരിയായി സന്തോഷവതിയായി ഇറങ്ങി വന്നിരിക്കുന്നത് കണ്ട് എല്ലാവരും ഒരുപോലെ സന്തോഷം തോന്നി. മുത്തശ്ശിയും അവരുടെ ഒപ്പം ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഹരി അവളെ കാണാൻ വീഡിയോ കോളിൽ വരാമെന്ന് പറഞ്ഞതും പൊന്നു സമ്മതിച്ചില്ല. നേരിട്ട് കണ്ടാൽ മതിയെന്ന് അവൾ തന്നെയാണ് പറഞ്ഞത്. അവർ ഒരുമിച്ച് ഓഡിറ്റോറിയത്തിൽ ചെന്നതും ഹരിയും അവൻ്റെ കൂട്ടുകാരും എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. ഹരിയുടെ കാർ അവർ ഗേറ്റ് കടക്കുമ്പോഴേ കണ്ടിരുന്നു. കാറിനടുത്ത് തന്നെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഹരിയെയും കൂട്ടുകാരെയും കണ്ടു. പൊന്നുവിൻ്റെ കൂട്ടുകാരുടെ കാറും ഹരിയും കണ്ടു. ഹരി ആകാംക്ഷയോടെ അതിലേക്ക് തന്നെ നോക്കി നിന്നു. അവരുടെ കാറിൻ്റെ കുറച്ച് മാറിയാണ് പൊന്നു കാറ് പാർക്ക് ചെയ്തത്. എല്ലാവരും കാറിൽ നിന്നും ഇറങ്ങി. പൊന്നുവിനെ കാണാതായപ്പോൾ നിരഞ്ജൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ആരും ഇറങ്ങാതെ വന്നപ്പോൾ തന്നെ ഡ്രൈവ് ചെയ്യുന്നത് പൊന്നുവാണെന്ന് ഹരിക്ക് മനസ്സിലായി. ആകാംക്ഷയോടെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കി നിന്ന ഹരിയെ ശ്രദ്ധയും വാണിയും ഐറയും എല്ലാം കളിയാക്കാൻ തുടങ്ങി. അവരുടെ കളിയാക്കലുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോറ് തുറന്ന് പൊന്നു പുറത്തേക്കിറങ്ങി. ആ വേഷത്തിൽ പൊന്നുവിനെ ഷോപ്പിൽ വെച്ച് കണ്ടെങ്കിലും ഇന്ന് സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പൊന്നുവിനെ കണ്ട ഹരിയുടെ കണ്ണുകൾ വിടർന്നു. അവൻ അറിയാതെ അവൻ്റെ കാലുകൾ അവൾക്കടുത്തേക്ക് നടന്നു. ഇതെന്താ നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെപ്പോലെ പോകുന്നത്? ഹരി പൊന്നുവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കണ്ട നവീനും അവൻ്റെ കൂട്ടുകാരും കളിയാക്കുന്നതാണ്. പൊന്നു ഹരി നോക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ അടുത്തേക്ക് നടന്നു. അവർ രണ്ടുപേരും മാച്ചിങ് ആണല്ലോ. അപ്പോൾ ഇതിന് പുറകിൽ ഹരിയേട്ടൻ്റെ കൈകളുണ്ട്. ഹരിയേട്ടൻ എടുത്തു കൊടുത്ത ഡ്രസ്സായിരിക്കും അല്ലേ? വാണി ചോദിച്ചു. പിന്നല്ലാതെ. പക്ഷേ നീ നോക്കിക്കേ, അവർ ആ ഡ്രസ്സിൽ നല്ല ഭംഗിയില്ലേ രണ്ടുപേരെയും കാണാൻ? വളരെ ആവേശത്തിൽ ശ്രദ്ധ പറഞ്ഞു. ഇന്ന് ഇവരുടെയാണോ എൻഗേജ്മെൻറ്റ്? എന്തായാലും ഇന്ന് ചില ആളുകളുടെ എല്ലാം മനസ്സ് തകർന്നടിയും. ആ സന്തോഷത്തിലായിരുന്നു പൊന്നുവിൻ്റെയും ഹരിയുടെയും കൂട്ടുകാർ. അവർ എല്ലാവരും ഒരുമിച്ച് തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു. അവരെല്ലാവരും കൂടി വരുന്നത് കണ്ടതും പൊന്നുവിൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഹരിയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴാണ് ഹരിയെയും പൊന്നുവിനെയും അവർ ശ്രദ്ധിച്ചത്. ഹരി പൊന്നുവിൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അച്ഛനെയും അമ്മയും കണ്ടപ്പോൾ പൊന്നു കൈപിടിക്കാൻ നോക്കിയെങ്കിലും ഹരി സമ്മതിക്കാതെ കയ്യിൽ പിടിച്ചു. രണ്ടുപേരും ഒരേ കളറിലുള്ള ഡ്രസ്സിൽ, അതും മനോഹരമായ ആ ഡ്രസ്സിൽ വരുന്നത് കണ്ടതും പൊന്നുവിൻ്റെ അച്ഛനും അമ്മയും പരസ്പരം നോക്കി. രണ്ടുപേരും ഒന്ന് പുഞ്ചിരിച്ചു. ആ സാരി പുതിയതാണെന്നും അത് ഹരി വാങ്ങിക്കൊടുത്തതായിരിക്കാം എന്നും പൊന്നുവിൻ്റെ അമ്മയ്ക്ക് മനസ്സിലായിരുന്നു. മോനെ, വീട്ടിൽ നിന്നും ആരും വന്നില്ലേ? ഹരിയെ കണ്ടതും പൊന്നുവിൻ്റെ അച്ഛൻ ചോദിച്ചു. എല്ലാവരും എത്തും അച്ഛാ, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി നേരത്തെ പോന്നു എന്നേ ഉള്ളൂ, ഹരി പറഞ്ഞു. എന്നാൽ നിങ്ങൾ ഇരിക്കട്ടോ, ഞങ്ങൾ അവരെ ഒന്ന് സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് പൊന്നുവിൻ്റെ അച്ഛനും അമ്മയും പോയി. മുത്തശ്ശിയും അവരെല്ലാവരും ഒരുമിച്ച് തന്നെ ഒരു സൈഡിൽ ഇരുന്നു.
അല്പസമയം കഴിഞ്ഞതും ഓഡിറ്റോറിയത്തിൽ നിറയെ ആളുകളായി. നിരഞ്ജൻ്റെ ഫാമിലിയും വന്നു. ഹായ്, അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.